ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളടുത്ത് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് സെയിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മുഴുവനായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റീസ് ആ ഒരു സൈസിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലുള്ള ഓൺലൈനായിട്ട് സെയിൽ ചെയ്ത് തരാൻ പറ്റുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ പ്ലാന്റ് ഈ ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ കാണുന്ന സൈസിലുള്ള ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ളൊരു തൈക്ക് റേറ്റ് വരുന്നത് 200 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ഹൈബ്രിഡാണ്. നമ്മൾ ബഡ് ചെയ്തെടുത്ത തൈകളാണ് കേട്ടോ. കുരുകുത്തി മുളപ്പിച്ച തൈകളാകുമ്പോൾ കായ് പിടിക്കാൻ ഒരുപാട് കാലം എടുക്കും. ഇതൊരു 2 ഇയേഴ്സും കൊണ്ടൊക്കെ നന്നായിട്ട് കായ്കൾ തരുന്ന ഒരു ചെടിയാണ്. അടുത്തതായിട്ട് റെഡ് ലേഡി പപ്പായൻ്റെ ഇതുപോലത്തെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഒരു തൈക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഈ കാണുന്ന സൈസിലുള്ള ജിഫിയിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ തൈകളാണ്. കുറച്ച് ബിഗറായിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അയക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ വയലറ്റ് കളറാണ്. ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അയക്കുന്നത്. ഇത് ഏകദേശം കായ് പിടിക്കാൻ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്കവാറും എല്ലാ സീസണിലും കായ് തരുന്നതാണ്. മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ് അടുത്തത്. മാംഗോസ്റ്റിൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഡിമാൻഡാണ്. മാർക്കറ്റിലൊക്കെ ഭയങ്കര റേറ്റാണ്. ഇത് കുരു തൈയാണ്. കുരു നട്ട് പിടിപ്പിച്ചെടുത്ത തൈയാണ്. അതുകൊണ്ട് തന്നെ അത് കായ്ക്കാൻ ഏകദേശം ഒരു 8 ഇയേഴ്സ് എങ്കിലും ടൈം എടുക്കും. ഇതിൻ്റെ ഹൈബ്രിഡ് തൈകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. ഇത് കുരു വെച്ച് പിടിപ്പിച്ചെടുത്ത തൈയാണ്. അതുകൊണ്ട് തന്നെ ഇത് കായ് പിടിക്കാനായിട്ട് ഏകദേശം 8 ഇയേഴ്സ് എടുക്കും. ഹൈബ്രിഡ് തൈകളാകുമ്പോൾ ബഡ് ചെയ്ത തൈകളാകുമ്പോൾ കുറച്ചും കൂടി വേഗം കായ് പിടിക്കും. കുരുത്തൈകളായതുകൊണ്ടാണ് റേറ്റ് കുറവും. നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സേ അയക്കാനും കഴിയുള്ളൂ. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് അബിയു ആണ്. ഒരു തൈയായി അത്യാവശ്യം പാകത്തിനുള്ളൊരു മരമായി കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സും കൊണ്ടൊക്കെ ഈ ഒരു തൈ 2-3 ഇയേഴ്സും കൊണ്ടൊക്കെ നമുക്ക് കായ് തന്നു തുടങ്ങുന്ന ഒരു തൈയാണ് അബിയു. നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ. നല്ല മധുരമുള്ള പഴമാണ്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് പഴം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ അബിയുവിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന സൈസിലുള്ള ഒരു തൈ ആയിരിക്കും അയക്കുന്നുണ്ടാവുക. 300 റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് വയലറ്റ് ഗോവയാണ്. പേരക്കേൻ്റെ തന്നെ വയലറ്റ് കളറ്. ഇതിന് കായും വയലറ്റ് ആയിരിക്കും. നമ്മളെ സാധാ പേരക്ക പോലെ തന്നെയല്ല, ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വയലറ്റ് പേരക്കേൻ്റെ തൈകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 80 രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് അയക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു മഴക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും ചെയ്യാതെ തന്നെ വളർന്നോളും. ജബോട്ടിക്കാബ ഫ്രൂട്ട്സ് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ കഴിക്കാൻ കൊതിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ജബോട്ടിക്കാബ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ജബോട്ടിക്കാബേൻ്റെ തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. മരമുന്തിരി എന്ന് പറയുന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്റ്റെംസിലൂടെയാണ് ഇതിന് കായ്കൾ ഉണ്ടാകുന്നത്. ഇതും ഏകദേശം ഒരു 2-3 ഇയേഴ്സും കൊണ്ട് തന്നെ കായ് പിടിച്ച് കിട്ടുന്ന നല്ലൊരു ചെടിയാണ്. ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മളെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ത്രൂവും പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ജബോട്ടിക്കാബേൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇതൊരു പ്ലം ആണ്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ ചെറിയ മുള്ളുകളും ഉണ്ട് ഈ ചെടിയിൽ. പക്ഷെ നല്ല ടേസ്റ്റുള്ള, ബിറ്റർ ടേസ്റ്റ് അല്ല, നല്ല മധുരമുള്ള ചെറിയാണ്. ഇതും കായ്ച്ചു വരാനായിട്ട് ഏകദേശം ഒരു 2 ഇയേഴ്സ് എങ്കിലും എടുക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു നാച്ചുറൽ പ്ലമ്മിൻ്റെ ഇതുപോലത്തെ തൈകൾ, ഈ ഒരു പ്ലമ്മിൻ്റെ ഇതുപോലത്തെ തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 150 റുപ്പീസാണ് ഈ കാണുന്ന സൈസിലുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതിൽ ഇപ്പോൾ മാംഗോസ്റ്റിനും അബിയും ഒഴികെ ബാലൻസ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ചട്ടിയിൽ വളർത്തിയിട്ടും എടുക്കാൻ പറ്റുന്ന ചെടികളാണ്. മിറാക്കിൾ ഫ്രൂട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഈ കാണുന്നതല്ലാതെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഏതൊക്കെ പ്ലാന്റ്സാണ് നിങ്ങൾ ഫ്രൂട്ട്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതിനുള്ള മറുപടി നമ്മൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ആ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ടുള്ള പുതിയൊരു വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളും സെയിലിനുണ്ട്.
പിന്നെ ഉള്ളത് കുടകോറഞ്ചാണ്. കുടകോറഞ്ച് നല്ല ഹൈറ്റിൽ പോകുന്ന ഹൈബ്രിഡ് തൈയല്ല, നല്ല ഹൈറ്റായിട്ട് പോകുന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അയക്കുന്നുണ്ടാവുക. 60 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. കായ്ക്കാനായിട്ട് ഏകദേശം ഒരു 3 ഇയേഴ്സ് എടുക്കും. 3 ഇയേഴ്സൊക്കെ ആകുമ്പോഴാണ് കായ്ച്ചു തുടങ്ങുന്നത്. അതിന് മുന്നേ കായ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്, എന്നാലും കോമൺ ആയിട്ട് ഇപ്പോൾ ചൂടുള്ള പ്രദേശങ്ങളിലും ഒക്കെ കായ്ച്ചു തുടങ്ങാൻ ഒരു 3 ഇയേഴ്സ് എടുക്കും. ഇത് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ചിൻ്റെ ചെറുതും വലുതും ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. അതാണ് 2 റേറ്റ് ഇട്ടിരിക്കുന്നത്. ചെറിയ തൈകൾക്ക് 80 രൂപയും ഇപ്പോൾ നിങ്ങൾ കാണുന്ന തൈകൾ 160 റുപ്പീസിൻ്റെ തൈകളുമാണ്. ബുഷ് ഓറഞ്ച് കൂടുതലായിട്ടും വെള്ളം കലക്കി കുടിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. പുതിയ സെയിൽ വീഡിയോസുമായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സെയിൽ വീഡിയോസുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പുതിയ വീഡിയോയിൽ വരാം. ഈ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ. ബൈ ബൈ.